ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണാഘോഷങ്ങളും തിരുവോണ ദിനത്തിനുള്ള ഒരുക്കപ്പാടുകളൊക്കെ എവിടെ വരെയായി? കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ടേ തീരെ വയ്യാതിരിക്കുകയായിരുന്നു കേട്ടോ. പനിയും കഫക്കെട്ടും ചുമയും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. മരുന്ന് കഴിക്കലും നെബുലൈസേഷൻ ചെയ്യലൊക്കെ ചെയ്തിട്ട് ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണേ. അപ്പം നാളെ നമ്മുടെയൊക്കെ ഉത്രാടമായി, തിരുവോണമായി അല്ലേ? തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇന്ന് ഞാനും വിചാരിച്ചു ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഇച്ചിരി ഇഞ്ചിമ്പുളി ഉണ്ടാക്കി അച്ചാറുണ്ടാക്കിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ പിന്നെ വയ്യാതായെങ്കിലും എൻ്റെ ചെടികളൊക്കെ നോക്കാനും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെടികൾക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. മാത്രമല്ല ഓണക്കാലമായിട്ട് നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കോണിപ്പൂവും തെച്ചിപ്പൂവും പിന്നെ ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ, നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ജെറേനിയത്തിലൊക്കെ കണ്ടോ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. ബൊഗൻവില്ലകളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ അടുത്ത കട്ടിങ്ങിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. എന്നാലും ഈ മഴയൊന്ന് മാറിയിട്ട് ഒരു സോഫ്റ്റ് പ്രൂണിങ് ഒക്കെ ചെയ്ത് അടുത്തൊരു വളപ്രയോഗമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മഴ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു മഴ ചാറി നിൽക്കുന്നുണ്ട്. വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് ഇങ്ങനെ നന്നായി വളർന്ന് നമ്മൾ നല്ല ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്, ഒക്കെ വളർന്നു വന്നു കേട്ടോ. അപ്പോൾ മഴയൊന്നും വെയിലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോയാലോ? അപ്പോൾ രാവിലെ തന്നെ ഇന്ന് അടുക്കളയിലെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ടെറസിലേക്ക് വന്നത് കേട്ടോ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അതും ഇന്ന് കോളേജ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ അവന് ഫൗണ്ടേഷൻ ഡേ ആയതുകൊണ്ട് ഇന്ന് ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പയും ഇന്ന് പണി സ്ഥലത്തേക്ക് പോയിട്ടില്ല. എൻ്റെ ഈ പനിയും കഫക്കെട്ടൊക്കെ ചെറിയ രീതിയിൽ പപ്പയ്ക്കും വന്നിട്ടുണ്ട്. നല്ല ബാക്ക് പെയിനും ഒക്കെ ഉള്ളതുകൊണ്ട് പപ്പയും പോയിട്ടില്ല. അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് കേട്ടോ. 8 മണി 9 മണിയോടുകൂടി 8:30 കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് വന്നത്. അത് കഴിഞ്ഞ് അടുക്കളയിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചത്തെ കറിയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്ന് കുളിച്ച് റെഡിയായിട്ട് വന്നത് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പനിയൊക്കെ ആയതുകൊണ്ട് തല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നേരത്തെ കുളിച്ച് തലയൊക്കെ ഒന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈവനിങ്ങിന് തല കുളിച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോഴേക്കും ഉണങ്ങില്ലല്ലോ. അപ്പം അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുറേ സമയം ഞാൻ ചെടികളായിട്ട് നോക്കി നടന്നു കേട്ടോ. കാരണം നിറയെ പൂക്കളുണ്ടോ നമ്മുടെ ഈ ഒരു കൊങ്ങിണിപ്പൂവിലും ഒക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട്. റോസായാലും എല്ലാ റോസിലും പൂക്കളുണ്ട് കേട്ടോ. നമ്മുടെ പനിനീർ റോസിലൊക്കെ നിറയെ മുട്ടിട്ടിട്ടുണ്ട്. 1-2 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കൊലകൊലയായിട്ടുണ്ടാവുന്ന ഈ ഒരു റോസ് ഉണ്ടല്ലോ, ഈ റോസിലും ഒക്കെ നല്ല പൂക്കളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നോക്കി കുറച്ച് സമയം നിന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗാർഡനിലേക്ക് വന്നിട്ട് തന്നെ സത്യത്തിൽ കുറച്ച് ദിവസമായല്ലോ. മുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഒക്കെ ഒന്ന് നോക്കും എന്നല്ലാതെ ഗാർഡൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല വയ്യാത്ത കാരണം കൊണ്ട്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് സമയം കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ വന്നപ്പോഴേ ഞാൻ കുറച്ച് സമയം നമ്മുടെ ചെടികളൊക്കെ ഒന്നിങ്ങനെ നോക്കി നടന്നു. ബൊഗൻവില്ലകളൊക്കെ കട്ട് ചെയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കടക്കിൽ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് പിന്നെ പതുക്കെ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. നാളെ ഉത്രാടാണ്, മറ്റന്നാൾ തിരുവോണമായി. അപ്പം ഞാൻ ഇന്ന് ആദ്യം നമ്മൾ ഓണാഘോഷമായിട്ട് ഓണസദ്യയിൽ ആദ്യം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുക എപ്പോഴും ഇഞ്ചിമ്പുളിയും അച്ചാറൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇഞ്ചിമ്പുളിയും പിന്നെ നമ്മുടെ വെള്ളനാരങ്ങ അച്ചാറും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പപ്പ സിറ്റി മാർക്കറ്റിൽ പോയപ്പോൾ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. പിന്നെ ഇനിയും ലേറ്റായി കഴിഞ്ഞാലേ നാളെ ഉത്രാടായില്ലേ. അപ്പോൾ ഇന്ന് ഇഞ്ചിമ്പുളിയും അച്ചാറും ഒക്കെ ഇട്ട് വയ്ക്കാം. നാളെയും പിന്നെ നമുക്ക് പണികളുണ്ടാവുമല്ലോ. ഉത്രാടപ്പാച്ചലിൻ്റെ കുറച്ച് പണികൾ നമുക്ക് നാളെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ഇത് രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലത്തെ പണികളുടെ ഇടയിൽ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഉലുവ പൊടിച്ചിടണമല്ലോ ഇഞ്ചിമ്പുളിയിൽ. അതിന് വേണ്ട ഉലുവ ചൂടാക്കി പൊടിക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വെല്ലം ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെല്ലം അച്ചുബെല്ലം ഇട്ടാൽ മതി. ഇപ്പോൾ ഈ പ്രാവശ്യം കൊടുത്തിട്ടുള്ള നല്ല കറുത്ത ബെല്ലാണ് കേട്ടോ. ആ ബെല്ലം ഞാൻ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 15-ന് പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി ബെല്ലം ഒരുക്കിയപ്പോൾ അതിലിങ്ങനെ അഴുക്കുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ അരിച്ചാണ് ഒഴിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ അരിച്ച് ഇഞ്ചിമ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും അടുത്തടുപ്പിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇഞ്ചിമ്പുളിയിൽ ഈ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ആ പൊടി ഉണ്ടല്ലോ, ബെല്ലവും പിന്നെ ജീരകം, ചുക്ക്, ഏലക്കായൊക്കെ പൊടിച്ചിട്ടുള്ള ആ പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത ശർക്കര ഉപ്പേരിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണല്ലോ, വീട്ടിലുണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ പൊട്ടി വരുമ്പോൾ, ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. ഉലുവ കരിഞ്ഞു പോവാതെ നോക്കണേ. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏലക്കായും കൂടി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഇച്ചിരി കൂടിയിട്ടുണ്ട്, ഇത്ര ഉലുവയുടെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇഞ്ചിമ്പുളി വെച്ചപ്പോൾ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്തു എനിക്ക്, വലിയ കുഴപ്പമില്ല, ചെറുതായിട്ട്. അപ്പോൾ ഉലുവയുടെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെല്ലം ഇവിടെ ഉരുകി വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഇച്ചിരി അഴുക്കൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു. അരിച്ചപ്പോൾ അതിലിങ്ങനെ കറുപ്പ് കളറിൽ ഇങ്ങനെ തരിതരിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇഞ്ചിമ്പുളിയിലും അതൊന്ന് ഉരുക്കി അരിച്ചിട്ട് ഇടാന്ന് കേട്ടോ. പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും, ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്കും വെല്ലമൊക്കെ ഉരുകി വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കാതെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉലുവ അത് ചൂടാറിയിട്ട് പൊടിക്കാന്ന് വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോയത് ഇഞ്ചിമ്പുള്ളിയിലേക്കുള്ള ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ കാന്താരി മുളക് ഉണ്ടല്ലോ, കാന്താരി വലുത്, അതും ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ വടുകപ്പുളി ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് അച്ചാറിടാനായിട്ട് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും ചെറുതായിട്ട് അരിഞ്ഞു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇഞ്ചിമുളി ഉണ്ടാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വടുകപ്പുളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെള്ളനാരങ്ങ അച്ചാർ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാന്താരി മുളകാണ് എല്ലാത്തിനും ഇട്ടേക്കണം. കാന്താരിയുടെ നാടൻ മുളക്, ഇത് നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളനാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നാരങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലെ കുരു മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ, തോല് കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഇത് നമ്മുടെ നാടൻ മുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പും മുളകും ഒക്കെ ആ നാരങ്ങയിലേക്ക് പിടിച്ചോളും. നാളെ ഇതിലേക്ക് കുറച്ച് കായം പൊടി ഇട്ടിട്ട് ഒന്ന് കടുകും മുളകും വേപ്പിൻ്റെ ഇലയും കൂടി താളിച്ചിട്ടാൽ എൻ്റെ വെള്ളനാരങ്ങ അച്ചാർ റെഡി ആയിട്ടോ. പിന്നെ നെല്ലിക്ക അച്ചാറും ചെറുനാരങ്ങയുടെ അച്ചാറൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്ന കാരണം കൊണ്ട് വേറെ അച്ചാറുകളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളനാരങ്ങ അച്ചാറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എത്ര സിമ്പിളാണല്ലേ. ഇച്ചിരി കായം പൊടി ഇടുക, കടുകും മുളകും വേപ്പിലയും കൂടി ഒന്ന് താളിച്ചൊഴിച്ചാൽ അച്ചാർ റെഡി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. രാവിലെ ഞാൻ പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒന്ന് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കാം, പുളിവെള്ളം പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇച്ചിരി നല്ല കറുത്ത പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പുളി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് നല്ല കറുത്ത കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. പഴകിയ പുളി പറയില്ലേ, കുറച്ച് പഴക്കമുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ആ നല്ല കറുത്ത പുളി കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ഇപ്പോൾ എടുത്ത പുതിയ പുളിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഇഞ്ചിമ്പുളിക്ക് വേണ്ടിയിട്ട് പുളിയൊക്കെ പിഴിഞ്ഞെടുക്കണത് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇഞ്ചിമ്പുളിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഗ്യാസിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മൺചട്ടിയിലാണ് ഞാൻ ഇഞ്ചിമ്പുളി ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കുമായിരുന്നു. ചെറിയ അടുക്കളയാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇപ്പുറത്ത് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വെല്ലം ഒക്കെ ഉരുകി വന്നിട്ടുണ്ട്, നമുക്ക് അരിക്കാവുന്ന പാകത്തിനായിട്ടുണ്ട്. ഇത്രയും വെല്ലമൊന്നും ആവശ്യമില്ല കേട്ടോ, നമ്മുടെ മധുരത്തിന് ആവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനൊരു ഉണ്ട അങ്ങനെ കുത്തി പൊട്ടിച്ച് അങ്ങനെ ഉരുക്കാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് പഴം പുഴുങ്ങാനും പായസം വെക്കാനും ഒക്കെ എടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പുളിവെള്ളം, മുഴുവൻ മുളക്, കടുക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവിന് നമ്മൾ നമ്മുടെ ഉണ്ടക്കാന്താരിയാണ് എടുത്തേക്കണത്. പിന്നെ മുളക് പൊടി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം അടുപ്പിൻ്റെ അടുത്തേക്ക് റെഡിയാക്കി വെച്ചു. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
എൻ്റെ ഇഞ്ചിമ്പുളിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ അമ്പിസ്വാമി ഉണ്ടല്ലോ, ആളുടെ റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യണത് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തതിന് ശേഷം, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇഞ്ചിമ്പുളി. അപ്പോൾ അതാ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതാ മുഴുവൻ മുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. വാടി വെച്ച് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് നല്ല മണം വരും. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് എടുത്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ തീ കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവാതെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അധികം ഈ എന്താ പറയുക പുളിക്കുരുവിൻ്റെ തോടിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി അരിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് എടുക്കാം കേട്ടോ. അധികം പുളിയുടെ ഇതൊന്നും ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി എടുത്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെല്ലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെല്ലം ഞാൻ അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് കാരണം കൊണ്ട് കുറച്ചുകൂടിയും ഒഴിക്കേണ്ടി വരും. ഒന്ന് കുറുകി വരുമ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ തൊട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് നമ്മുടെ ഇഞ്ചിമ്പുളി ഇരിക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത്ര ആയപ്പോൾ തന്നെ സമയം 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറുണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അതൊന്ന് വറ്റി കുറുകി വരാനായിട്ട് ഒരു 5-10 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഈ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വിശന്നു. രാവിലെ ഇച്ചിരി ഉപ്പുമാവ് കഴിച്ചതായിരുന്നു. അപ്പോൾ വിശന്നപ്പോൾ ഞാൻ ചോറുണ്ടാന്ന് വിചാരിച്ചു. ഇപ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ഫ്ലാസ്കിൽ നിന്ന് എടുത്ത് കുടിക്കുന്നത്. ഇപ്പോൾ വയ്യാതെ ആയപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചൂടുവെള്ളം തന്നെയാണ് എപ്പോഴും കുടിക്കണത്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് പരിപ്പ് കറി ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ ചിക്കനും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് ഇന്നലെ വെച്ചതാണ്. അമ്മ ഇന്നലെ പോകുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ണണത്. അങ്ങനെ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തുകൊണ്ട് ഗുളിയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിമ്പുളി ഉണ്ടല്ലോ, ആ ഇഞ്ചിമ്പുളി നന്നായിട്ട് കുറുകി നമ്മുടെ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പാകമായിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ പാകം നോക്കിയെടുക്കണം. ചൂടാറുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കട്ടിയായി പോവും. അപ്പോൾ നമ്മുടെ ഒരു പാകം നോക്കിയെടുക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി ഇനി ഈ ചട്ടിയിൽ ഇരുന്ന് അങ്ങ് വറ്റി നമ്മുടെ തൊടുകുറി പോലെ ആയിക്കോളും. പിന്നെ തൊട്ട് കൂട്ടുന്ന പാകത്തിലായിക്കോളും. ഈ സമയത്താണ് നമ്മളിതിലേക്ക് നമ്മുടെ ഇത് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുളി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പുളി കേട്ടോ, നല്ല കറുത്ത പുളി. ഈ പുളിയിൽ നിന്നും കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പുളിക്ക് വെള്ളം എടുത്തത്. ഇതൊരു പഴകിയ പുളിയാണ് കേട്ടോ, നല്ല കറുത്ത പുളി. അപ്പോൾ ആ പുളിയാണ് ഈ ഒരു കളറ് കിട്ടാനായിട്ട്. പിന്നെ ബെല്ലം ഉണ്ട് കേട്ടോ. ബെല്ലവും ഞാൻ കാണിച്ചു തരാം. ബെല്ലം ഉണ്ട ബെല്ലമാണ്. ഈ ഉണ്ട ബെല്ലത്തിന് നല്ല കറുത്ത ബെല്ലം കേട്ടോ. മറയൂർ ശർക്കരയാണെന്നൊക്കെ തോന്നണം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇതാ കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത ബെല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉരുക്കി വെച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് ഇത്രയും നല്ല കളറ് കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിമ്പുളിയുടെ പാകമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഉലുവ, ജീരകം, ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയ്ക്ക് ആണെങ്കിൽ ഒരിച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇത് ഉലുവയും ജീരകവും കൂടി ഒരുമിച്ച് പൊടിച്ച കാരണം കൊണ്ട് ഞാൻ ആ പൊടിച്ചത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുക്കാണ് പിന്നെ വേണ്ടത്. അപ്പോൾ ചുക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചുക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇഞ്ചി ധാരാളം ചേർത്തിട്ടുള്ളതാണ്. ചുക്കുപൊടി ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ ചുക്കും കൂടി ചേർത്തു കൊടുത്തു എന്ന് മാത്രം. 1 സ്പൂണ് ചുക്കുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഇഞ്ചിമ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്താലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇഞ്ചിമ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഞാൻ കുറച്ചുകൂടെ മധുരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിമ്പുളിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞു കേട്ടോ. വെള്ളനാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത് കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ചെപ്പിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വയ്ക്കാം. കുപ്പിയിൽ ചില്ലു കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ തുടയ്ക്കലും വൃത്തിയാക്കലും അടുക്കളയൊക്കെ അടിച്ച് തുടയ്ക്കലും പരിപാടികളും ഒക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ ടെറസ് ഒന്ന് അടിച്ച് വാരിയിട്ടു കേട്ടോ. ഇന്ന് തീരെ വെയിൽ ഉദിച്ചിട്ടില്ല, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുവാണ്. എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല. ഈ മഴക്കാലത്ത് നമുക്കധികം മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ചാറി ചാറി നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് ടെറസൊന്ന് അടിച്ച് വാരി, 2 ആഴ്ചയായി ഞാൻ ടെറസ് അടിച്ച് വാരിയിട്ട്. എനിക്ക് തല കുമ്പിട്ട് അടിച്ചു വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അടുത്ത ഞായറാഴ്ച ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അനിയത്തിയും പിന്നെ കുറച്ച് കസിൻ പിള്ളേരൊക്കെ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കണ്ടത്. ഇനിയിപ്പോൾ നാളെ ഉത്രാടമായി, മറ്റന്നാൾ തിരുവോണമായി. അപ്പോൾ നമ്മുടെ നാളത്തെ ഉത്രാട ദിന പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. വലിയ അങ്ങനെ ഗംഭീര മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ചെറിയൊരു മഴ ഒക്കെ പെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉത്രാട ദിന വിശേഷങ്ങളും ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.